ഹലോ ഹായ് മുത്തുമണിസുകളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് മെനിയാന്നത്തെ മഴയ്ക്ക് നമ്മളെ വൈകുന്നേരം നല്ലൊരു കാറ്റടിച്ചിന് കേട്ടോ. ആ കാറ്റടിച്ച സമയത്ത് നമ്മളെ തെങ്ങ് ഇങ്ങോട്ട് പൊട്ടി ഇങ്ങോട്ടോട്ട് വീണു. നമ്മളെ വീടിൻ്റെ ഒരു സൈഡിലൂടെ ഇങ്ങോട്ടാണ് കേട്ടോ നമ്മളെ തെങ്ങ് ഇങ്ങോട്ട് വീണത്. അപ്പോൾ പിന്നെ ഏതായാലും നോക്കിയിട്ട് കാര്യമില്ലല്ലോ, കാറ്റ് അമ്മാതിരി കാറ്റ് വേണിട്ടോ. അപ്പം ഞങ്ങൾ എന്തോന്ന് വിൽക്കണുണ്ട് എന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ നമ്മളെ തെങ്ങയാണ് ആ വീടിങ്ങനെ വന്നത്. ചെറിയ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ വീടിൻ്റെ സൈഡൊക്കെ ഒന്ന് പൊട്ടി, എന്നാലും വലിയൊരു പരിക്കില്ലാതെ നമ്മൾ എന്താണ് തെങ്ങ് ചതിക്കൂല എന്ന് പറഞ്ഞേ കേൾക്കാൻ സത്യം തന്നെയാണ്. വലിയൊരു അപകടങ്ങളും കാര്യമൊന്നും വലിയതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു കേട്ടോ. പിന്നെ അതൊക്കെ നമ്മൾ വെട്ടി മാറ്റി, പെട്ടെന്ന് അന്നേരം തന്നെ നമ്മൾ വെട്ടി മാറ്റിയിട്ടോ തെങ്ങിൻ്റെ ഓലയും ഇതൊക്കെ. പിന്നെ അതിന്മേലുള്ള തേങ്ങയാണ് കേട്ടോ, തേങ്ങ കരിക്കൊക്കെ ആയിട്ട്. അപ്പോൾ ഇനി ആകെ ഒരു തെങ്ങാണ് നമുക്ക് ഉണ്ടായിരുന്നത്. ആ തെങ്ങും പെട്ടെന്ന് എങ്ങനെയും വികണ്ടിയ തെങ്ങല്ല, നല്ല മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ടായിന്. എന്തു പറയാനാ, കാറ്റ് നമ്മാതിരി കാറ്റാണ്. ആ കാറ്റിൽ അങ്ങോട്ട് വീണായതാ. പിന്നെ ഞാൻ ഇതിന്മേള്ള ഇവിടെ നിന്ന് ഇങ്ങനെ ഈ ഓലമണ്ണൊക്കെ അങ്ങോട്ട് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചപ്പോൾ നമുക്കൊരു തെങ്ങിൻ പൂക്കല കണ്ടില്ലേ. ഈ പൂക്കല കണ്ടപ്പോൾ ഭയങ്കര ഇത് കേട്ടോ. അപ്പോൾ അതൊന്ന് എടുത്ത് കാണിച്ച് തരാമെന്ന് വിചാരിച്ച്. അതിങ്ങനെയൊക്കെ കണ്ടപ്പോൾ ഒരു ഭയങ്കര സന്തോഷം കേട്ടോ. തെങ്ങിൻ്റെ പൂക്കല ഇങ്ങനെ ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ കാണുന്നത്. ഇതുവരെ പൂക്കല ഇങ്ങനെ കാണുന്നുണ്ട് പറഞ്ഞാലും ഇത്ര നല്ല ഭംഗിയിൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു തെങ്ങിൻ്റെ പൂക്കല കണ്ടത്. അത് ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ച് പിന്നെ ഓലയിൽ നമ്മൾ കുറച്ച് ഈർക്കലൊക്കെ ഇങ്ങോട്ട് എടുത്തിട്ട് നമുക്ക് ചൂലുണ്ടാക്കണം. ചൂലിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈർക്കിലൊക്കെ എടുത്തിട്ട് നമുക്ക് ചൂലുണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ അത് ഇങ്ങോട്ട് മാറ്റി വെച്ച് പിന്നെ ഈ പൂക്കല കൊണ്ട് ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. ഈ പൂക്കലാണ്ട് ഞാൻ അതിങ്ങനെ വേർതിരിച്ച് ഇങ്ങോട്ട് എടുത്തിട്ട് ഇതിലതാ എന്ത് ഭംഗിയിലേ കാണാൻ. പിന്നെ ഇതിനോട് ലേഹമൊക്കെ ഉണ്ടാക്കേണ്ടെന്നൊക്കെ ഇങ്ങനെ പറയേണ്ടത് ഉണ്ട് കേട്ടോ. തെങ്ങിൻ പൂക്കില ലേഹം അതൊന്നും ഇപ്പം ഞമ്മക്കറിയില്ല എങ്ങനെയാണെന്നുള്ളത്. കണ്ടില്ലേ, ചെറിയ മൊച്ചിങ്ങ അതുമെന്നാണ് നമ്മളെ തേങ്ങ ഉണ്ടാവണതിലെ. എന്തൊരു ഭംഗിയിലേ കാണാനിത്. ഇത് കണ്ടപ്പോൾ ഭയങ്കര ഇത് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചത് നമുക്ക് നമ്മളെ മുറ്റത്ത് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കുഴിച്ചിടേ, പിന്നെ ആവശ്യക്കാർക്ക് വേണമെങ്കിൽ കൊടുക്കും ചെയ്യാം. ഇങ്ങനെ ലേഹം ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇനിയും ഉണ്ടാവാൻ സാധ്യത ഉണ്ട് കേട്ടോ. മൊത്തത്തിൽ ഞങ്ങൾ അന്നേരം വേഗം വലിച്ച് അങ്ങോട്ട് കൂട്ടിയിട്ടതാണ്. ഇനിയിപ്പോൾ അതിൻ്റെ അടിയിലുണ്ടോ ഇല്ലയെന്ന് നോക്കണം. അപ്പോൾ ഇന്ന് ഞാനിങ്ങനെ കുറച്ച് ചൂലുണ്ടാക്കാൻ വേണ്ടി ഈർക്കിളി എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഇത് കണ്ടപ്പോൾ ഇങ്ങോട്ട് എടുത്തതാണ് കേട്ടോ. ഇത് ഭംഗി കാണാൻ, നല്ല ഭംഗിയിട്ടത് കാണാൻ. അപ്പം ഞാനിത് കണ്ടപ്പോൾ മക്കളും ഇത് കണ്ടപ്പോൾ ഭയങ്കര ഇത് കേട്ടോ. മക്കൾക്കും ഇതൊരു രസം കാണാനെന്നും പറഞ്ഞ് മക്കളിത്. അപ്പം നമ്മൾ അപ്പോൾ ഇതൊന്നും നിങ്ങൾക്കും കാണിച്ച് തരാമെന്ന് വിചാരിച്ച്. ഇതിനോട് ഇപ്പോൾ ഇത് പഴയ കുറച്ച് ഉമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ, പ്രായം ചെന്ന ഉമ്മമാരുണ്ടെങ്കിൽ ഇതിനോടൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും കേട്ടോ. ദേഹവും അവർക്ക് അതിനെ പറ്റിയൊക്കെ അറിയാം. നമുക്ക് ഇതിനെ പറ്റി എന്താണ് എങ്ങനെയാണെന്നുള്ളതൊന്നും ഇപ്പം നമുക്കറിയില്ലല്ലോ. പിന്നെ ഞാൻ എന്ത് കണ്ടാലും ഞാൻ ഒഴിവാക്കൂലല്ലോ. ഇതെടുത്ത് ഞാൻ ഈ ചട്ടിയിലേക്ക് വെറുതെ ഇങ്ങനെ ഒന്ന് കുഴിച്ചിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഒരു ഭംഗി കേട്ടോ. ഇതിങ്ങനെ അത് വെച്ചപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ ഒരു നല്ലൊരു ഭംഗിയായിട്ട് തോന്നി. അപ്പം ഞാൻ ഇതിലേക്ക് ഇങ്ങോട്ട് അമർത്തി അങ്ങോട്ട് വെച്ചു കൊടുത്ത് അവിടെ നിൽക്കട്ടെ വിചാരിച്ച്. ഇതൊന്ന് ഉണങ്ങിയിട്ട് നമുക്ക് അവിടെ നിന്ന് മാറ്റിയും വെക്കാമല്ലോ. ഒരു പ്രത്യേക ഒരു ഭംഗി കേട്ടോ. ഇങ്ങനെ ഉണ്ട്. ഇതൊക്കെ കണ്ടവരൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് കമൻറ്റ് അറിയിക്കാം കേട്ടോ. അപ്പം ഞാൻ നമ്മളെ ഓരോ കുഞ്ഞു വീഡിയോസും കാര്യങ്ങളും ഇങ്ങനെ എടുക്കുന്നതിൻ്റെ ഇടയിലൂടെ ഇത് കണ്ടപ്പോൾ ഒന്ന് ഇങ്ങോട്ട് എടുത്തതേ ഉള്ളൂ. പിന്നെ എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ നമുക്ക് റാഹത്താണ് കേട്ടോ. എന്നാലും പഠിച്ചവൻ നമ്മളെ വലിയൊരു അപകടത്തിൽ നിന്നാണ് രക്ഷപ്പെടുത്തിയത്. ആ തെങ്ങ് വീടിൻ്റെ ഒരു സൈഡിൽ കൂടെ അങ്ങോട്ട് വന്ന് അങ്ങോട്ട് വീണ് വേറെ ആർക്കും ഒന്നും പറ്റിയിട്ടും ഒന്നുമില്ല. വലിയൊരു അപകടത്തിൽ നമ്മൾ രക്ഷപ്പെട്ട്. അങ്ങനെ വലിയൊരു പഠിച്ചവൻ എത്ര സ്തുതിച്ചാലും മതിയാവില്ല. പിന്നെ നമ്മളെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണ്. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് അറിയിക്കുക. ഓക്കെ, ബൈ.